തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി കേരള നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി. വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനാണ് നീക്കമെന്ന് പ്രമേയത്തിൽ പറയുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് നിയമസഭ ആവശ്യപ്പെട്ടു. എൻ ഷംസുദ്ദീന്റെ 2 ഭേദഗതികൾ സഭ അംഗീകരിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ തിടുക്കപ്പെട്ട് SIR കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതെട്ടിയടിക്കാനുള്ള ശ്രമം നടത്തുന്നവർ SIRനെ ഏത് വിധമാകും ഉപയോഗിക്കുക എന്നത് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിലുണ്ട്. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ SIRനെ ഏതുവിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. എൻ ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, കുറുക്കോളി മൊയ്തീൻ, PC വിശ്വനാഥ്, T സിദ്ദീഖ് തുടങ്ങിയവർ ഭേദഗതികൾ അവതരിപ്പിച്ചു. വോട്ടർ പട്ടിക എന്നതിന് മുമ്പ് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക എന്ന് വരുമ്പോൾ ആ വോട്ടർ പട്ടികയെക്കുറിച്ചൊരു വ്യക്തത വരും. അതുപോലെ തന്നെ പ്രമേയത്തിലെ 1-ാം ഖണ്ഡികയിൽ 2-ാം വരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, വേറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്നാക്കി ചേർക്കേണ്ടതാണ്. എൻ ഷംസുദ്ദീന്റെ 2 ഭേദഗതികൾ മുഖ്യമന്ത്രി അംഗീകരിച്ചു. പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രമേയം പാസായി. മീഡിയ 1 തിരുവനന്തപുരം.